എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ച് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞാനിവിടെ സാധാരണ ഒരു കറി ഉണ്ടാക്കാറുള്ളൂ. ചിലപ്പോൾ അത് അത്താഴം വരെ അങ്ങനെ തന്നെയാവും. ഇന്നലെ ഉണ്ടാക്കിയത് തക്കാളി പാല് പിടിക്കും. ഇന്നും അത് തന്നെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ 2 വെണ്ടയ്ക്ക കൂടെ ഉണ്ട്. അതാണ് ഇന്നത്തെ കറി. പിന്നെ എന്തെങ്കിലും കറി കഴിഞ്ഞു പോവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് വെക്കേണ്ടതായിട്ട് സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം പകർത്തട്ടെ കേട്ടോ. കുറേ അവിടെയൊക്കെ ഞണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇത് എത്ര വർഷം എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ 8ലേക്ക് കയറുന്ന സമയത്ത് എത്ര വർഷമായി? ഒരു 85-86 കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ സ്റ്റീൽ എന്ന് പറഞ്ഞാലുണ്ട് നല്ല അടിപൊളി സ്റ്റീൽ. അത് വക്കൊന്നും പൊട്ടിയിട്ടൊന്നും ഇല്ല. അങ്ങനെ നല്ല വൃത്തിയായിട്ട് കുറച്ച് ഞടക്കുകളൊക്കെ സംഭവിച്ചതല്ലാതെ പാത്രത്തിന് വേറെ കേടുപാടുകളൊന്നുമില്ല. ഇത് എൻ്റെ ജന്മം. അതായത് ഇനി ഞാൻ എന്ന് എത്ര നാൾ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് എൻ്റെ ആവശ്യങ്ങൾക്കൊരു ചോറ് പകർത്തുന്ന സാഹചര്യത്തിൽ ഇത് തന്നെയായിരിക്കും എൻ്റെ ജന്മം. എൻ്റെ ചോറും പാത്രം ഇത് തന്നെയാവും. അപ്പോൾ ചോറെടുക്കും. രാവിലെ ഇന്ന് പുട്ടും പഴമാണ്. അപ്പോൾ ആ പുട്ട് പാർവതി ലേശം കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ അത് തണുത്തു പോയില്ലേ. അത് കാരണം ഞാൻ മോൾക്കാണെങ്കിൽ വെയിറ്റ് ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആക്കിയിട്ട് അടുപ്പിൻ്റെ മേളിൽ വെച്ചിരിക്കുകയാണ്. ആവശ്യം വരുന്ന സമയത്തൊന്നും ആവി കയറ്റി ചൂടോടെ കഴിച്ചോളാൻ പോകുന്നു. ചോറെടുത്തു. കൂട്ടാൻ പകർത്തിക്കൊണ്ട് പോകാനായിട്ട് എനിക്ക് നല്ല പാത്രമില്ല. അതൊരെണ്ണം വാങ്ങണം. ഇത് എങ്ങനെ വന്നതാന്ന് ഓർമ്മയില്ലല്ലോ. അതെ അല്ലേ. തൃശ്ശൂർ രാധാകൃഷ്ണ ഹോട്ടലുണ്ട്. അപ്പോൾ പാർവതി മസാല ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ ജിഷ്ണു അവിടുന്ന് പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്നതാണ് 2 മസാല ദോശ. അപ്പോൾ അതിലേക്ക് 2ലേക്കുള്ള കറി കിട്ടിയ പാത്രമാണിത്. പക്ഷെ ഞാനിത് ഒരു ഇത്തിരി തിരക്ക് കൂട്ടിയിട്ട് ചെയ്തപ്പോൾ കണ്ടതിൻ്റെ വക്ക് പൊട്ടിപ്പോയി. അപ്പോൾ ഈ പാത്രം അത്ര സേഫ് അല്ല. എങ്കിലും ഇതിലാണ് ഞാൻ എടുക്കേണ്ടതെന്ന് അതിന് പറ്റിയ വേറൊരു പാത്രം കാണാനില്ല. എന്തോ വാതിൽ തുറക്കണ്ട, നമുക്കൊന്ന് പോവാൻ നേരമായി. ഇതാണ് ഇന്നത്തെ കറി. തക്കാളി വെണ്ടയ്ക്കയും പാല് പിഴിഞ്ഞ് വെച്ചത്. ഞാനപ്പോൾ ഒരു സൂത്രം ചെയ്യും. അതിൻ്റെ ചാറ് പോകുക കാരണം ചോറിൻ്റെ അകത്തേക്ക് അതിനെ ഇട്ടിട്ട് ഒരു കവറിലാക്കാനില്ലേ. ആ പാത്രം ഈ ശരി അതിനെ മൂടി പോയിരിക്കുക. വല്ല തോരൻ കറിയൊക്കെ ഇതിനകത്ത് എടുക്കാനായിട്ട് പറ്റുമോ? അത് വേണ്ട. ചോറിലേക്ക് തന്നെ എടുത്തിട്ട് ഒരു കവറിൻ്റെ അകത്താക്കണം. അപ്പോൾ നാളെ കാണാം.
വൈകിട്ട് കാണാം.